എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹത്ത ഡാം കാണാനാണ് കേട്ടോ. രാവിലെ ഒരു 11 മണിയാകുമ്പോഴേക്കും നമ്മൾ ഹത്തയിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. ചെറിയൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്ര ചൂടറിഞ്ഞിരുന്നില്ല കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ചെറിയൊരു തണുത്ത കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഡാം കാണാനായിട്ട് ഫ്രീ ഷട്ടിൽ സർവീസ് ഉണ്ട്. അതായത് ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർ ഹത്ത ഡാമിൻ്റെ അവിടെ നമ്മളെ കൊണ്ടിറക്കും. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് കയറിയിട്ട് വേണമെങ്കിലും പോവാം. അപ്പം നമ്മൾ ബസ് സർവീസാണ് ചൂസ് ചെയ്തത്. നമ്മൾ ബസ്സിൽ പോണ സമയത്ത് താഴേക്കുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. കുറേ പേര് സ്റ്റെപ്പ് കയറിയിട്ടും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക്, അതായത് ഹത്ത ഡാമിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. ചെറിയ സ്നാക്സ് കിട്ടുന്ന ഷവർമ്മ, ചിക്കൻ റോള്, അങ്ങനെ ചെറിയ ചെറിയ സ്നാക്സുകൾ കിട്ടുന്ന കടകൾ, അതുപോലെ ജ്യൂസുകൾ കിട്ടുന്ന ചെറിയ ചെറിയ ഷോപ്പുകളെല്ലാം ഉണ്ട്. അതാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ബോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ സിംഗിൾ കയാക്കിങ്, ഡബിൾ കയാക്കിങ്, ഇങ്ങനെ നമ്മൾ എത്ര പേഴ്സൺ ആണോ അതിനനുസരിച്ച് റേറ്റിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ. 60 ദിറംസ്, 120 ദിറംസ്, അങ്ങനെ മാറ്റങ്ങളുണ്ട്. അപ്പോൾ നമ്മളെടുത്തത് ഡൊണറ്റ് ബോട്ടാണ്. അതായത് റൗണ്ട് ഷേപ്പിൽ 4 അഡൽട്ട്സും 2 കിഡ്സും അലൗഡ് ആയിട്ടുള്ള ബോട്ടാണ്. അതിന് 300 ദിറംസ് ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് റെഡിയായി. ഫസ്റ്റ് ഉണ്ണിമോൾ ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കയാക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും റെഡിയായി. ഇതാണ് നമ്മളെ ഡൊണറ്റ് ബോട്ട്, അതായത് ഏകദേശം ഒരു ഡൊണറ്റിൻ്റെ ഷേപ്പായിട്ടുള്ള ഒരു ബോട്ട്. അപ്പോൾ നമ്മൾ അതിൽ കയറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ബോട്ടിങ്ങിനായിട്ട്. അങ്ങനെ അവിടെ നമുക്ക് അവർ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. എങ്ങനെ ഹാൻഡിൽ എങ്ങനെ പിടിക്കണം, അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവരവിടുന്ന് പറഞ്ഞു തരും. അതിന് ശേഷം ഇതാ കണ്ടോ, ഒരുപാട് ബോട്ടുകൾ നമുക്ക് കാണാം. പെഡൽ ടൈപ്പ്, അതായത് ചവിട്ടി മൂവ് ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്. അതേപോലെ തന്നെ തുഴഞ്ഞു പോകുന്നതുണ്ട്. സിംഗിൾ പേഴ്സൺ, ഡബിൾ പേഴ്സൺ, എല്ലാ കയാക്കിങ്ങും ഉണ്ട് കേട്ടോ. അപ്പോൾ 4 പുറമുള്ള വ്യൂ അടിപൊളിയാണ്. ഈ മലകളുടെയും അതുപോലെ തന്നെ വെള്ളത്തിലൂടെയുള്ള യാത്രയും എല്ലാം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. 1 അവർ അത്രയും വെർത്താണ് കേട്ടോ. അപ്പോൾ ദാ മക്കളാണെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അങ്ങനെ അവിടുന്ന് തിരിച്ചിറങ്ങി കേട്ടോ. തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മൾ ബസ്സിലല്ല, സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് തന്നെയാണ് വന്നത്. അവിടുന്ന് കുറച്ച് സ്നാക്സും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ടോപ്പിൽ കുറച്ച് കടകളുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടുന്ന്. അങ്ങനെ താഴെ എത്തിയതിന് ശേഷം അവിടെ പ്ലേ ഏരിയയിൽ കുറച്ച് നേരമൊക്കെ കുട്ടികൾ കളിച്ചു, ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ യാത്ര. ഹത്തയിലേക്കുള്ള റോഡ് യാത്രയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അതേപോലെ ബോട്ടിംഗ് ആണെങ്കിലും അവിടുത്തെ വ്യൂസ് ആണെങ്കിലും എല്ലാം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്